ഒരിക്കലും ഒരു യുവാവ് ജ്ഞാനിയായ തൻ്റെ ഗുരുവിനോട് ജീവിതത്തിൽ വിജയിക്കാനുള്ള വഴികൾ എന്താണെന്ന് ചോദിച്ചു. ഗുരു ലോകത്ത് വിജയിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഗുരു പറഞ്ഞു, അതിനൊരു ചെറിയ മാർഗമുണ്ട്. നീ എൻ്റെ കൂടെ ആ നദിക്കരയിലേക്ക് വരൂ. യുവാവ് ഗുരുവിനൊപ്പം നദിക്കരയിലേക്ക് നടന്നു. തുടർന്ന് ഇരുവരും ഒരുമിച്ച് നദിയിലേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഗുരു ആ യുവാവിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി. യുവാവ് നിലവിളിച്ചു, ജീവന് വേണ്ടി കരഞ്ഞു. ഗുരു നിർത്തുന്നില്ല. ഗുരു അങ്ങ് എന്താണ് ഈ കാണിക്കുന്നത്? യുവാവ് അലറി. ഓരോ പ്രാവശ്യവും വെള്ളത്തിൽ മുക്കുമ്പോഴും യുവാവ് കടുത്ത ശക്തി ഉപയോഗിച്ച് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. യുവാവ് വളരെ നിലവിളിച്ചു, ആക്രാന്തം കോപ്രാന്തം ഒക്കെ കാണിച്ചു. ഗുരു കൊണ്ടോ വിടുന്നു. ഗുരു അയാളെ വെള്ളത്തിൽ മുക്കിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ യുവാവിന് ജീവൻ പോകും എന്ന അവസാനം ആയപ്പോൾ, ആ ഒരു സാഹചര്യം ആയപ്പോൾ ഗുരു അയാളെ വെള്ളത്തിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ച് കരയിലേക്ക് എത്തിച്ചു. കരയിൽ കയറി അവശനായി യുവാവ് ഒരിടത്തിരുന്നു. അപ്പോൾ ഗുരുവിനോട് യുവാവ് ചോദിച്ചു, അങ്ങ് എന്താ എന്നെ വെള്ളത്തിൽ മുക്ക കൊല്ലാൻ ശ്രമിച്ചത്? ഇതാണോ അങ്ങയുടെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഗുരു ഒരു മറുപടി കൊടുത്തു, ഞാൻ വെള്ളത്തിൽ പിടിച്ച് താഴ്ത്തിയപ്പോൾ നീ എന്തിനു വേണ്ടി ആഗ്രഹിച്ചത്? യുവാവ് അവശതയോടെ പറഞ്ഞു, വായുവിനായിട്ട്. വെള്ളത്തിലായിരുന്നപ്പോൾ നീ വായുവിനായിട്ട് ആഗ്രഹിച്ചു. ജീവിതത്തിൽ പരാജയം നേടുമ്പോൾ നീ അതേപോലെ വിജയത്തിനായിട്ട് ആഗ്രഹിക്കണം. ഗുരു പറഞ്ഞു നിർത്തി. ആഗ്രഹം മാത്രം പോരാ, അതിൻ്റെ പിന്നാലെ അതിനൊരു ഭാരം കൂടി വെക്കണം, കഠിനാധ്വാനം. അപ്പോൾ എല്ലാ നേട്ടങ്ങളും വരുന്നത് അധ്വാനത്തിൻ്റെ വഴിയാണ്. അതുകൊണ്ട് എപ്പോൾ പരാജയപ്പെട്ടാലും വിജയത്തിലേക്ക് ശ്വാസം മുട്ടലോടെ ആണെങ്കിലും കയറി ചെല്ലാൻ നിനക്ക് കഴിയണം. ആ ഗുരു ശിഷ്യനോട് പറഞ്ഞ ആ കാര്യമാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്. പരാജയം മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. എന്നാൽ ആ ഓരോ പരാജയം വരുമ്പോഴും അത് കടന്നു ചാടാനുള്ള ആത്മവിശ്വാസവും കരുത്തും തൻ്റെ ഇടവും ധൈര്യവും നമുക്കുണ്ടായാൽ നമ്മൾ വിജയത്തിലേക്ക് എത്തും. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.